നാലുനാൾ മുമ്പാണ് കൊട്ടാരക്കര വാളകത്ത് വെച്ച് ദാരുണമായ ഒരു വാഹനാപകടം ഉണ്ടായത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറും പാഴ്സൽ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നടി നവോമി വിൻസെന്റിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. കാറിൽ നവോമിക്കൊപ്പം അമ്മയും അനുജനുമുണ്ടായിരുന്നു. നവോമിയെ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിലും അവിടെ നിന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെയോടെ നവോമിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. 4 നാൾ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ടുകിടന്ന നവോമിയുടെ തിരിച്ചുവരവിന് കുടുംബവും കൂട്ടുകാരുമെല്ലാം ഒന്നടങ്കം പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ ആ പോരാട്ടങ്ങളെല്ലാം അവസാനിപ്പിച്ച് മരണത്തിലേക്ക് പോവുകയായിരുന്നു നവോമി വിൻസെന്റ് എന്ന 23-കാരി. നവോമിക്കൊപ്പം യാത്ര ചെയ്തിരുന്ന അമ്മയ്ക്കും സഹോദരനുമേറ്റ പരിക്കുകൾ ഗുരുതരമല്ല. അതുകൊണ്ട് തന്നെ ഇരുവരെയും തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഗോഖോ താരമായിരുന്ന നവോമി രജിഷ വിജയൻ പ്രധാന വേഷത്തിൽ എത്തിയ മമിത ബൈജുവും അഭിനയിച്ച ഗോഖോ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നവോമിയുടെ മരണവിവരം അറിഞ്ഞ് മമിത ബൈജു പങ്കുവച്ച ചിത്രമാണ് നവോമിയുടെ വേർപാട് ആരാധകരെയും അറിയിച്ചത്. ഇത് അവരെയും വേദനയിലാഴ്ത്തുകയായിരുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും സൈക്കോളജിയിൽ PG ബിരുദം നേടിയ നവോമി ആദ്യമായി നേടിയ ജോലിയിൽ ജോയിൻ ചെയ്യുവാനായി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി പുല്ലാനിക്കാട് വാണിയം കിഴക്കേൽ വിൻസെന്റിന്റെ മകളാണ് നവോമി.